ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ താരിഖാന്ന് വെച്ചാൽ നല്ല അടിപൊളി ലുക്കിലൊക്കെ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു കല്യാണ ഫംഗ്ഷൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആളുകളാണ് നമ്മളെ അതിലോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതിൽ കിഡിലെ ഫംഗ്ഷനാണ് ഇത്. മൊത്തമായി ഏറ്റെടുത്തിരിക്കുന്ന ഹെവൻസ് ഈവൻസ് ആൻഡ് കേറ്ററിംഗ്സ് പാലായാണ്. നല്ല കിഡിലൻ ഫുഡും കാര്യങ്ങളാണ് ഇവർ ഈവൻറ്റിൽ ഇവർ ചെയ്തൊരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് ഞാൻ കവർ ചെയ്യാൻ വരുന്നത്. അവർ നമ്മളെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു, അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ കയറി വന്നാൽ തന്നെ നമ്മളെ വരവേൽക്കുന്ന 4 ലേഡീസ് നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് നമ്മളെ വരവേൽക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ എത്തിയായിരുന്നു. 6 മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയാണ് എത്തിയത്. അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി. കിച്ചണിൽ ചെന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അൽഫാമും കാര്യങ്ങളെല്ലാം കുക്ക് ചെയ്യുന്നുണ്ട്. അൽഫാമിന് ആവശ്യമായ എന്താ പറയുക ചാർക്കോളൊക്കെ ഇട്ട് തീയൊക്കെ സെറ്റ് ചെയ്ത് നല്ല കിട്ടുന്നതായിട്ട് അൽഫാമൊക്കെ നല്ല അടിപൊളി മസാലയൊക്കെ കയറുന്നുണ്ട്. ഇത് മുഴുവനായി നേരിട്ട് ചെയ്തിരിക്കുന്നത് ഹെവൻസ് പാലയാണ്. നല്ല അടിപൊളി ഫുഡാണ് അവരുടെ. ഞാൻ നേരത്തെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫംഗ്ഷന് ഞാൻ അവരുടെ ഫുഡ് കഴിച്ചിരുന്നു. നല്ല കിട്ടിലുണ്ട് കേട്ടോ. അവർ അന്ന് കഴിച്ച അവരുടെ മീൽസ് ആയിരുന്നു, സാധാ ചോറും കറികളൊക്കെ ആയിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇന്ന് മൊത്തമായി ഇവർ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഫംഗ്ഷൻ ആയിട്ട് എടുത്തേക്കുന്നത്. ഏകദേശം 750 പേരടങ്ങുന്ന ഒരു കിഡിൽ ഫംഗ്ഷനാണ്. എൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് അൽഫാം, മയോണൈസ്, നമ്മുടെ പുതിനയില ചട്നി, അതുപോലെ തന്നെ കപ്പ, മീന്, അപ്പം, കോയിൻ പൊറോട്ട, ഫിഷ് മസാല, ബീഫ് കുർമ, പിന്നെ മെയിൻ കോഴ്സായിട്ട് വന്നിരിക്കുന്നത് മിക്സഡ് ഫ്രൈഡ് റൈസും മട്ടനുമാണ്. നല്ല കിഡിലൻ ഐറ്റംസാണ് ഇന്നത്തേത്. നമുക്ക് എല്ലാം ഒന്ന് കഴിച്ചു നോക്കണം, ആസ്വദിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു കൗണ്ടറിലോട്ട് പോയി അവിടെ അപ്പം ലൈവായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചട്ടികൾ അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അപ്പം നല്ല സെറ്റ് നൈസായിട്ട് അപ്പമൊക്കെ ചുടുത്ത് വരുന്നുണ്ട്. നമുക്കിനി മുമ്പോട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആരെയും ഒത്തിരി പറഞ്ഞ് എന്താ പറയുക മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്താ വിളിക്കുന്നത് പറഞ്ഞാൽ നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ അവർ തരും. തീർച്ചയായിട്ടും അത് പറഞ്ഞാൽ മതി. തടിക്കണച്ചാൻ്റെ വീഡിയോ എന്താണ് വിളിക്കുന്നത്, അതുപോലെ അവർ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം തരും. അടിപൊളിയായിട്ട് അപ്പങ്ങളെല്ലാം ചുട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ വർക്ക് നടക്കുന്നത് അതിരമ്പുഴയിലാട്ടോ. അതിരമ്പുഴയിലെ അടിപൊളി ഒരു ഓഡിറ്റോറിയം ഉണ്ട്. AC ഓഡിറ്റോറിയത്തിലാണ് വർക്ക് നടക്കുന്നത്. നല്ല അടിപൊളി സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് അവരിന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ സ്റ്റേജും കാര്യങ്ങളുമൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് നമ്മുടെ സാധാരണ ഒരിടത്തും കാണാത്ത പോലെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് പ്രത്യേക ഒരു കൗണ്ടർ തന്നെ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഫുഡ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഹാളിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അവരുടെ കൗണ്ടർ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. പിന്നെ ഇവരുടെ കോർഡിനേഷനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത്. കൃത്യമായി തന്നെ, അതായത് ഏതൊരു വർക്കും മനോഹരമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, നമുക്ക് സപ്ലൈ ചെയ്യുന്ന പിള്ളേരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് കൃത്യമായി തന്നെ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ഏതൊക്കെ സെക്ഷനിൽ ആരൊക്കെ നിൽക്കണം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് കൃത്യമായി തന്നെ അവർ ആദ്യമേ ക്ലാസ് എന്താ പറയുക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്നെ കൂടുതലായിട്ട് ഇവരുടെ എന്താ പറയുക ഇവരുടെ വർക്കിനെ എനിക്ക് കൂടുതലായി ഇഷ്ടപ്പെടാനുള്ള കുറച്ച് കാരണങ്ങളാണിത്. ഫുഡ് ബേസ് അവർ അടിപൊളിയാണെങ്കിൽ പോലും ഇവരുടെ കോർഡിനേഷൻ ബേസ് നോക്കുമ്പോഴത്തേനും അതും കിഡിലാണെന്ന് തന്നെ പറയേണ്ടി വരും. കൃത്യമായി തന്നെ ആരൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം, ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് എങ്ങനെയൊക്കെയാണ് സർവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് വരുന്ന ആളുകൾക്ക് ഒരാൾക്ക് പോലും മുഷിച്ചിട്ടുണ്ടാകരുത്. കൃത്യമായി തന്നെ അവരത് കോർഡിനേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. എന്നെ ഇങ്ങോട്ട് വിളിച്ച എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ വിളിച്ചത്. സോബിൻ എന്നാണ് ആളുടെ പേര്. ആളിതിൻ്റെ ഒരു സൈലന്റ് പാർട്ട്ണർ എന്നൊക്കെ പറയാം, എന്നൊക്കെ പറയേണ്ട സാഹചര്യമാണ്. പക്ഷെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവനാണ് എന്നെ ഇതിലോട്ട് വിളിച്ചത്. ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞു കേട്ടോ സൈലന്റ് പാർട്ട്ണർ എന്നൊക്കെ. അവൻ ഇവിടെയാണ് ഫ്രൈ ഐറ്റംസും സ്റ്റാർട്ടർ ഐറ്റംസും ഫ്രൈ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഫിഷ് ഫ്രൈ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ ടൊമാറ്റോയുടെ ഒരു ഫ്രൈസും കാര്യങ്ങളും. കോയിൻ പൊറോട്ട ഇതാണ്ട് ലൈവായിട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും നമ്മുടെ വെൽക്കം ഡ്രിങ്ക് കൗണ്ടറിലോട്ട് പോകുമ്പോൾ ഒരുപാട് സ്റ്റാർട്ടേഴ്സ് ഐറ്റംസ് ഉണ്ട്. ബീഫ് ബോൾ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് അല്ല, അതിന് മറ്റെന്തോ പേരാണ് ഞാനത് വിട്ടുപോയി. ജ്യൂസ് ഐറ്റംസ് ആയിട്ട് വരുന്നത് നമ്മുടെ ലെമൺ ജ്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ലെമൺ വരുന്നുണ്ട്. വീണ്ടും പാഷൻ ഫ്രൂട്ട് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ മിക്സഡ് ജ്യൂസ് ലൈവായിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മിക്സഡ് ജ്യൂസ് തന്നെയാണ്. പറയാതിരിക്കാൻ നല്ല അടിപൊളി തിക്കായിട്ട്, ഒട്ടും വെള്ളത്തിൻ്റെ ഒരു ചുവ പോലും വരുന്നത് കൃത്യമായി തന്നെയല്ല, അടിപൊളി ജ്യൂസാണ്. എനിക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ ടെൻഡർ കോക്കനട്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ടെൻഡർ കോക്കനട്ട്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ലൈവായി തന്നെ അത്യാവശ്യം ഒരുപാട് സെക്ഷൻ നമ്മുടെ സലാഡ് ഐറ്റംസ് അല്ല ചൈനീസ് ഐറ്റംസ് ഒരുപാട് സലാഡ് ടേബിൾ നിറയെ വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഏത് കഴിക്കണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതിമനോഹരമായി തന്നെ അതും ഡിസൈൻ ചെയ്ത് ഹാളിൽ അടുക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അതിമനോഹരമായി തന്നെ നമുക്ക് ഒത്തിരി ആകർഷണം തരുന്നുണ്ട്.
ഞാൻ ഇതിലെല്ലാ ഐറ്റംസ് ഒന്നും കഴിച്ചില്ല, പക്ഷേ കഴിച്ചത് വെച്ച് എല്ലാം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. ഞാനൊരു 6-7 ഐറ്റംസിൽ നിന്ന് കഴിച്ച് നോക്കിയാൽ കഴിച്ചത് വെച്ച് എനിക്ക് എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. മൊത്തമായി നമുക്ക് കഴിക്കാൻ പറ്റില്ല, നമ്മൾ ഫുഡ് കഴിച്ച് നമ്മുടെ വയറ് നിറഞ്ഞുകൊണ്ട് തന്നെ മൊത്തമായി കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം എത്തി തുടങ്ങി. ഇപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷനിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം തന്നെ പോയി സ്റ്റാർട്ടേഴ്സ് ഐറ്റംസായ കുറച്ച് ഫ്രൈ ഐറ്റംസും കാര്യങ്ങളെല്ലാം എടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം അവിടെ ഈ നമുക്കറിയാലോ, ഒരു ആദ്യം വർക്ക് തുടങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ തള്ളും മുണ്ടും വരുന്നത് നമ്മുടെ ഈ വെൽക്കം ഡ്രിങ്ക്സ് കൗണ്ടറിലാണ്. ഞാൻ എല്ലാ ഫ്രൈയും കഴിച്ചു നോക്കി, എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ എന്ന് തന്നെ പറയാം. നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുക, നല്ല കറുമുറ എന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാമായിരുന്നു. നമ്മൾ വീഡിയോ സെപ്പറേറ്റ് സൗണ്ട് കൊടുക്കുന്നതാണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്. എനിക്ക് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. ഈ വീഡിയോ വീട്ടിൽ വന്ന് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഒന്നും കൂടെ കൊതി വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത്ര മനോഹരമായ ഫുഡായിരുന്നു. കാരണം എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററാണ്. ഇതിനകത്ത് ചെറുതായിട്ടെങ്കിലും ഒരു ഫ്ലോപ്പാണെന്ന് എനിക്ക് തോന്നിയത് ഫിഷ് മസാലയാണ്. എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ചെറുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ അവരോട് പറയുകയും ചെയ്തു. ബാക്കി എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററാണ്. അവരുടെ ഓരോ ഫുഡും എന്ന് പറയുന്നത് നല്ല ടെൻഡർ കോക്കനട്ടിൻ്റെ ജ്യൂസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പെണ്ണും വരനും വധുവെല്ലാം എത്തിക്കഴിഞ്ഞിരുന്നു. നല്ല അതിമനോഹരമായ ലുക്കിൽ അവർ രണ്ടുപേരും എത്തി. നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും അവരുടെ എടുത്തു. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈവൻറ്റിനെ കവർ ചെയ്യുക, അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് ആസ്വദിക്കുക, ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും പറയുക എന്നാണല്ലോ നമ്മുടെ മെയിൻ പ്രോഗ്രാം. നമ്മളവിടെ പോയാൽ നമുക്ക് ഫുഡ് വിട്ടിട്ട് കളിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവരെ എല്ലാം കണ്ടു. അവരെ ഹാളിലോട്ട് നല്ല അതിമനോഹരമായ നല്ല മ്യൂസിക്കും ഒക്കെ വായിച്ച് അകത്തോട്ട് വരുന്നുണ്ട്. നല്ല നല്ല മെമ്പേഴ്സാണ്. എനിക്ക് അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഡ്രസ് കോഡും കാര്യങ്ങളും നല്ല അടിപൊളിയായിരുന്നു. കൃത്യമായി തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഓവർ ആയിട്ടുള്ള സംഭവമൊന്നുമില്ല. എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. എനിക്ക് അവരുടെ രണ്ടുപേരുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് കൗണ്ടറുകളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. ചിക്കൻ ബാർബിക്യൂ, കോയിൻ പൊറോട്ട, ബീഫ് കുർമ, അതുപോലെ തന്നെ കപ്പ, ഫിഷ് മസാല, ഫിഷ് കറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് പിന്നെ അതുപോലെ തന്നെ ഈ കാണിച്ച പോർക്ക് ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ. മിക്സ്ഡ് ഫ്രൈഡ് റൈസും മട്ടനും ആയാലും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ സ്പെഷ്യലായിട്ട് അവരുടെ ടീ കൗണ്ടറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു മസാല ടീ. എനിക്ക് അടിപൊളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാനില ടീയും കിടലിനായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നല്ല അതിമനോഹരം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് ഫുഡ് കഴിച്ച് ആസ്വദിച്ച് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു അപ്പവും ഒരു കോയിൻ പൊറോട്ടയും കുറച്ച് ബീഫ് കുറുമയും ഒരു ബാർബിക്യൂവും എല്ലാം എടുത്തു. ആദ്യം ബാർബിക്യൂ മയോണൈസ് നോക്കി കഴിച്ച് നോക്കി. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ആ മസാലയായിരുന്നു. നല്ല കിഡിലെ മസാല, നല്ല അടിപൊളിയായിട്ടും വെന്തിട്ടുമുണ്ട്. എല്ലാം നല്ല അടിപൊളിയാണ്. അതിനുശേഷം ഫിഷ് മസാല കഴിച്ച് നോക്കി. എനിക്ക് എൻ്റെ ഫേസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കത് വലിയ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, കുറ്റമൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. പക്ഷെ എനിക്ക് എന്തോ ടേസ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബീഫ് കുറുമ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ നാവിലോട്ട് വെക്കുന്നതിന് അലിഞ്ഞു പോകുന്ന പോലെ ഒരു ബീഫായിരുന്നു. അത്ര അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അതിൻ്റെ തിക്നെസ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ബീഫ് കുറുമ നല്ല അടിപൊളിയായിട്ട് കണ്ടോ, സ്ലോ കുക്ക് ചെയ്തൊരു ബീഫ് കുറുമ തന്നെയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നാവി വെക്കുമ്പോൾ തന്നെ അരിഞ്ഞു പോകും. അത് കഴിഞ്ഞ് കുറച്ച് കപ്പയും മീനും പോർക്ക് ഫ്രൈയും മട്ടനും എടുത്തു. എനിക്ക് ആ മട്ടനും അത്രയും മനോഹരമായിരുന്നു കേട്ടോ. കപ്പയും മീനും അടിപൊളിയായിരുന്നു. പോർക്ക് ഫ്രൈ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. തീർച്ചയായിട്ടും ഇവരുടെ വർക്കിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം പോർക്ക് ഫ്രൈ ട്രൈ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയും. അതുപോലെ തന്നെ അവരുടെ മട്ടൻ ബീഫ് പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് സ്ലോ കുക്കായ മട്ടനായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. എനിക്കെല്ലാം തന്നെ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പോലും ഓരോ ഐറ്റം ഒന്നിനൊന്നിന് ബെറ്റർ എന്ന് തന്നെ പറയേണ്ടി വരും. മട്ടൻ്റെ വേവും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയ ഡെസേർട്ട് കൗണ്ടിലോട്ടാണ്. ധാരാളം ഐറ്റംസ് ഉണ്ടായിരുന്നു. എത്ര ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മൊത്തമായി എനിക്ക് എണ്ണി തീർക്കാൻ പോലും പറ്റില്ല. അതുപോലെ ഐറ്റംസും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം ഒന്നിനൊന്നിന് ഇവരുടെ ബെറ്റർ കാണുവാനും കൃത്യമായി തന്നെ ഇവർ വർക്ക് ചെയ്യിച്ചാൽ അടിപൊളിയായിട്ട് അവർ ചെയ്തു കൊടുക്കും. ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും തീർച്ചയായിട്ടും ഞാൻ കൊടുത്തേക്കാം. ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഉള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. നമ്മളിവിടുത്തെ ഐസ്ക്രീമും കാര്യങ്ങളും ഡെസേർട്ട് എല്ലാ ഐറ്റംസിൻ്റെ കഴിച്ച് നോക്കി. കുറച്ച് ഐറ്റംസ് കഴിച്ചില്ല, എല്ലാം കഴിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട് തടിക്കാരൻ ചായൻ. ഒരു സ്പൂൺ ഞാൻ നിങ്ങൾക്കും തരുന്നുണ്ട് കേട്ടോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തേക്കാം. നമ്മളെ വീഡിയോ കണ്ടാൽ വിളിക്കുന്നതിന് തീർച്ചയായിട്ടും അവർ ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം തരും. തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.